ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് മാർച്ച് 13, 2025 വ്യാഴാഴ്ചയാണ്. അതായത് ഒരു വർഷമായിട്ട് ഞാൻ കാത്തിരുന്നൊരു ഡേ, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു രാവിലെ എണീറ്റത്. അപ്പോൾ നേരം വെളുത്തപ്പോഴേ പല്ല് തേച്ച് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിയർത്തൊലിച്ച് ഇപ്പോൾ ഇരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുപ്പ് വെച്ചെടുത്തൊന്ന് പോയി നോക്കിയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അടുപ്പ് കാണുന്നില്ല. പിന്നെ അതിൻ്റെ വെപ്രാളത്തിലായിരുന്നു. പിന്നെ കുറച്ച് സാധനം എടുക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഗൈസ്, ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി സ്ഥലമൊക്കെ പിടിക്കേണ്ട തിരക്കിലായിരുന്നു. ഭയങ്കര ആളാണ് കേട്ടോ. അങ്ങോട്ട് ചെല്ലട്ടെ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ അതിൽ കല്ല് വൈകുന്നേരം പോയിട്ട് എടുക്കുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓട്ടോച്ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് സ്ഥലമൊക്കെ പിടിച്ച് ഇവിടെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയാണ്. പക്ഷേ നമ്മുടെ ഇപ്പം ഞങ്ങൾ 2 പേരുണ്ടെങ്കിൽ 6 കല്ല് മൊത്തം വേണം. അപ്പോൾ അതിനകത്ത് 3 കല്ല് കാണുന്നില്ല. അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അതിശയമായിരുന്നു. കാരണം ഈ തിരുവനന്തപുരം ജില്ല മൊത്തം ഇതുപോലെ ഇഷ്ടിക വെച്ച് സ്ഥലം പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് നമ്മളും വെച്ചത്. അപ്പോൾ രാത്രിയിലേ ഉള്ളൂ എന്ന് നോക്കിയാണ് അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കാണാതെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഓൾറെഡി 6 മണിക്കോ 6:30ക്കൊക്കെ അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നമുക്കവിടെ ആ ഒരു ജില്ലയിൽ ചെന്ന് നമുക്ക് അങ്ങനെ ഇടുമ്പോഴേ നമുക്ക് അതിൻ്റെ ശരിക്കുള്ളൊരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ വാർത്തയ്ക്കകത്തും പത്രത്തിലും ഒക്കെ, അല്ലെങ്കിൽ വാർത്തയ്ക്കകത്ത് നമ്മൾ ലൈവൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് അറിവുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയും കോടാനുകോടി ജനങ്ങൾ പല ജില്ലകളിൽ നിന്ന് പോട്ടെ, ലോകത്തിലെ പലയിടങ്ങളിൽ നിന്നും വന്നിട്ട് ഇതുപോലെ ഒരു ദേവിക്ക് പൊങ്കാല അർപ്പിക്കുക, അത് തിരുവനന്തപുരം ജില്ല കവിഞ്ഞൊഴുകി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 10 മണിയാകുമ്പോഴേ എല്ലാം റെഡി ആക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. നമ്മൾ രാവിലെ വന്നതാണ്. എല്ലാവരും ഇതുപോലെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കാലത്തെ 9 മണിയാകുമ്പം പൊങ്കാല ഇത് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അറിവിലായിരുന്നു നമ്മൾ റെഡി ആയതൊക്കെ. പിന്നെ കുറേ നല്ല സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ട് കിട്ടി അവിടെ നിന്ന് പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് ആൾക്കാരെയൊക്കെ. അപ്പോൾ അമ്മമാരെല്ലാം ഓരോന്നും തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും അവർ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. കാരണം നമുക്കിവിടുത്തെ കറക്റ്റ് രീതികളോ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെന്ന് വെച്ചാൽ അഖില എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിനെ കിട്ടി. അവളുടെ അമ്മയും അവർ കൊല്ലത്ത് നിന്നായിരുന്നു. അപ്പോൾ അമ്മ ആണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അസിസ്റ്റ് ചെയ്ത്. എനിക്ക് എൻ്റെ ഓമനാമ്മയൊക്കെ തോന്നി. കാരണം ഓമനാമ്മയാണ് എല്ലാ കൊല്ലം എനിക്ക് പൊങ്കാലിടാൻ കൂടെ വരാറ്. അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ടാണ് അമ്മ കാവിലാണെങ്കിൽ എൻ്റെ കൂടെ വരാത്തത്. പിന്നെ ആറ്റുകാൽ എല്ലാ കൊല്ലം ഓമനാമ്മ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ മുടങ്ങി ഇപ്പോൾ വയ്യാണ്ടായപ്പോഴത്തേക്ക്. അപ്പോൾ ആ കൊല്ലം മുതൽ ഞാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ പകർന്നിട്ടുണ്ട്. 10:15 നമുക്കിവിടെ തീ പകർന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ അടുപ്പിൽ നിന്നും പകർത്തിയാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്കെന്നൊക്കെ പറഞ്ഞാൽ ദീപം വിളക്കെ കൊണ്ട് കത്തിക്കുക, പകുതി നമ്മൾ നമ്മുടെ വിളക്ക് കത്തിച്ച് അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഓരോ അടുപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഗോപി അവിടെ നിന്ന് കൊണ്ടുവന്ന് ചൂട്ടും കൊണ്ടാണ്, നമ്മൾ ചൂട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അഖിലയുടെ അമ്മയാണ് നമുക്ക് ചൂട്ടും തന്നത്. ഇപ്പോൾ തീ എടുക്കുന്ന ആളാണ് അഖിലയുടെ അമ്മ. നമ്മുടെ പേര് എനിക്ക് മറന്നുപോയി കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. നല്ല കഠിന പ്രാർത്ഥന തന്നെയായിരുന്നു. ഒടുവിൽ എൻ്റെ പായസം തിളച്ച് തൂകി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര വിഷമമാണ് വെച്ചാൽ ഇടയ്ക്ക് എൻ്റെ തിളച്ച് പൊങ്ങൂല്ല. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു. പിന്നെ അവസാനം എൻ്റെ തിളച്ച് പൊങ്ങി കേട്ടോ. അങ്ങനെ എല്ലാം ചേരുവകളൊക്കെ ചേർത്തു. അത് മൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അഖിലയുടെ അമ്മയും പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അഖിലയുടെ അമ്മയാണ് അവിടെ നിന്ന് ഇളക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പരി കഴുകാനൊക്കെ പോകുമ്പോഴും തീയൊക്കെ കെടാതെ തീയന്നെ പിടിപ്പിച്ചതൊക്കെ അഖിലയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആൻറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതെന്ന് പറയാനായിട്ട് ഇപ്പോൾ കൊല്ലത്ത് ഒരാൾ, ഇപ്പോൾ കൊല്ലത്തൊക്കെ നാളെ ചെന്നാലും അഖിലേനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയും കമ്പനി ആയിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ അവർ. പിന്നെയെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ അമ്മൂസ്. ഇത് ഗോപിയുടെ റൂംമേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും നമുക്ക് വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞാൻ തീ പകർത്തുന്നതൊക്കെ ഞാൻ അറിയാതെ എടുത്തതാണ്. ഞാൻ അവളോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ അവൾ ലേറ്റായിട്ട് വന്നപ്പോൾ ഞാൻ അത് എടുക്കത്തില്ലായിരിക്കും. പക്ഷെ അവൾ എനിക്കെല്ലാം എടുത്ത് തന്നു ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അവൾ എനിക്കത് എടുത്ത് തന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അമ്മനോട് എപ്പോഴും കടപ്പെട്ടിരിക്കും. ഇവിടെ ഗാനമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് അത് കുറേ നേരം കണ്ടു. ഇവിടുത്തെ ഓട്ടോച്ചേട്ടന്മാരില്ലാന്ന് തോന്നുന്നു കേട്ടോ കമ്മിറ്റി. അപ്പോൾ ഇവിടെ ആറ്റുകാലമ്മയുടെ ഒരു പന്തൽ കിട്ടിയിട്ട് അതിനകത്ത് ഈ കൊലയൊക്കെ തൂക്കിയിട്ട് അത് ഒത്തിരി അലങ്കാരപ്പണികളുണ്ട് കേട്ടോ. അതിനകത്ത് ആറ്റുകാലമ്മേനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാതിക്കലാണ് അവർ മെയിനായിട്ടുള്ള ഒരു പൊങ്കാല ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് തീയൊക്കെ നമുക്ക് പകർത്തി തന്നത്. അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1:15 നമുക്ക് ഇപ്രാവശ്യം തളിക്കാൻ വന്നിട്ടുണ്ടത്. അപ്പോൾ അത് അടുപ്പിൽ നിന്ന് എടുത്ത് താഴെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളും എടുത്ത് വെച്ചു. ഇവിടുത്തെ രീതികൾ ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ അത് വന്ന് നമുക്ക് തെളിച്ച് തന്നു കേട്ടോ തിരുമേനി. ഇതെല്ലാം അഖിലയുടെ അമ്മ കാണിച്ചിരുന്നാണ്. ഞങ്ങൾ അതുപോലെ ചെയ്തു. പിന്നെ കല്ലൊക്കെ അനക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തു. അത് ചുമ്മാ അനക്കിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനതെല്ലാം അനക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്തിട്ട് റൂമിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫുഡുണ്ട്. അപ്പോൾ അത് ക്യൂന്നാരും നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓർത്തുന്നത് ഇതെല്ലാം വെച്ചിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ചൂടുമാണ്. പിന്നെ ഒന്നാമത്തെ ഇത് ഉടുത്ത് ഹാൻഡ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഇത് ഉടുക്കാൻ പോകുന്നത് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊന്നും ഉരിഞ്ഞു പോകുന്ന അറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ അറിയണം. അല്ലെങ്കിൽ അറിയാത്തവരാണ് ഉടുക്കരുത്. ഞാൻ
ഇത് ഞാനല്ല, ശരിക്കുള്ള ഞാൻ എവിടെ വെളുത്ത് തൊടുന്ന നല്ല സുന്ദര കുട്ടപ്പിയായിട്ട്. ഇതിപ്പോ കറുത്ത കരിക്കട്ട പോലെ തന്നെ അല്ലേ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇവളെന്താ അകത്ത് പെരയ്ക്കകത്ത് കുട പിടിക്കുന്നത് നിങ്ങൾ വിചാരിക്കില്ല, നമ്മൾ താഴെ എത്തിയിട്ടു. അപ്പോൾ ചങ്കുട്ടീനെ നമ്മൾ കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഗോപിക എടുത്താണ് കേട്ടോ ഈ ഒരു കുട. കാരണം ഭയങ്കര വെയിൽ, അതുപോലെ വെയിലാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോകണം. നമ്മുടെ റൂമിൻ്റെ വാതിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി അവർ ഇടുന്നുണ്ട്, പക്ഷേ അവിടെയൊക്കെ ഭയങ്കര പൊടിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അങ്ങോട്ട് നോക്കാം. പിന്നെ തണലൊക്കെ നോക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, അങ്ങനെ ക്യൂ നിന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് വെറൈറ്റി ആയിട്ട് ഒരുപാട് പയറൊക്കെ വെച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ കൊഴുക്കട്ട പോലത്തെ, നമ്മൾ കുമ്പിള് പോലത്തെ, അങ്ങനെ ഒരുപാട് കണ്ടു, വെറൈറ്റി ആയിട്ടുള്ള പൊങ്കാല കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അഖിലെ ഒക്കെ ഓൾറെഡി നമുക്കൊരു വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു നിന്നോളാൻ പറഞ്ഞു, കാരണം ഒത്തിരി സമയം വൈകിയാൽ അവർക്ക് തിരിച്ചു പോകണ്ടല്ലേ. അങ്ങനെ അവരുടെ കൂടെ നമ്മളും ചെന്ന് നിന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു, സെറ്റായി. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അഖിലേക്ക് അന്ന് തന്നെ കൊല്ലത്തേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ട്രെയിൻ 12:15 കേട്ടോ. അപ്പോൾ അന്ന് തന്നെ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ആളും ബഹളമൊക്കെ. അപ്പോൾ കുട്ടികളെ വെച്ച് സീറ്റൊന്നും കിട്ടിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ടയേർഡ്. അപ്പോൾ ആരും കുഞ്ഞുങ്ങളെ ഇപ്പോൾ കൊണ്ടുവന്നൊന്നും പറഞ്ഞാൽ എഴുന്നേറ്റ് തരണമെന്ന് പോലും ഇല്ല. അത് ഇവിടെ തിരക്ക് കൂടിയപ്പോൾ അത് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ബസ് വന്നു. അപ്പോൾ ബസ്സിലൊക്കെ കയറി. കുഞ്ഞിപ്പാറുവിന് ഞാൻ നമ്മുടെ സ്ലീവ്ലെസ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പുറത്തിറങ്ങാൻ ഇടുന്നത്, കാരണം അത്രയ്ക്ക് ഉഷ്ണമാണ് ഇവിടെ. അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. അത്രയും അല്ലെങ്കിൽ ഡ്യൂട്ടി വെയിലത്ത് കുട്ടികളായിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാരും പൊങ്കാല കഴിഞ്ഞ് പോകുന്നവരാണ്. നമ്മൾ കേരള എക്സ്പ്രസ്സിനാണ് കേട്ടോ വന്നത്. അതിനകത്തുണ്ടായിരുന്ന പകുതി മുക്കാൽ ആൾക്കാരും പൊങ്കാല കഴിഞ്ഞിട്ട് പോകുന്നവരായിരുന്നു. കാരണം എല്ലാവരും അന്നത്തെ ദിവസം തിരക്കായിരിക്കും ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേക്ക് പോന്നേക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളവരാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം 4 കേട്ടോ. അത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് സീറ്റ് കിട്ടുമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചത്. അപ്പം ഗോപിയെ താമസിക്കുന്നത് വെച്ചാൽ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, നോർത്ത് അവിടെയാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമുക്ക് നിയർ. പക്ഷേ അവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം പോകണം. അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ട്രെയിനിൽ കയറാൻ വെപ്രാളമാണ് കേട്ടോ. അമ്മ അതുകൊണ്ട് ഓടും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളെയും കുറച്ചും കൂടെ അമ്മ ടെൻഷനാക്കും. ഇപ്പോൾ വിടും നമ്മൾ പറഞ്ഞു ടൈമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, ആപ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ട്രെയിനൊക്കെ എത്ര മണിക്കാണ് എവിടെയൊക്കെ ചെല്ലും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇന്നും ഒരു വെപ്രാളാണ്. ഞാൻ പഠിക്കാൻ പോകുന്ന സമയം തൊട്ട് അമ്മയ്ക്കുണ്ട് ട്രെയിനിൽ കയറുമ്പോഴേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഭയങ്കര വെട്ടം ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. അങ്ങനെ താഴോട്ട് ഇനി ഇറങ്ങാൻ പോവാണ് ഗൈസ്. എനിക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര വലിയ പാലം ഗൈസ്, നിറച്ചും ട്രെയിൻ താഴെ. സിനിമയിലൊക്കെ ഞാനിങ്ങനെ കണ്ടുള്ളൂ, ഹിന്ദി സിനിമയിൽ, പിന്നെ നമ്മുടെ സൂര്യയുടെ ഒരു സിനിമയ്ക്കകത്ത് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കതൊക്കെ അത്ഭുതമാണ്. തിരുവനന്തപുരത്ത് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം കൂടെയാണ്. ഇനി ഒരു ദിവസം അതിനായിട്ട് മാത്രമായിട്ട് വരണം. അങ്ങനെ നമ്മൾ നടന്ന് പുറകിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ട്രെയിനൊക്കെ വിട്ടു. ഗോപിക തിരിച്ചു പോയിട്ടോ, അവൾക്ക് ഡ്യൂട്ടിക്ക് കയറാമെന്ന് ഉച്ചോട്ട്. അങ്ങനെ വന്നു, ഇരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നിറച്ച ആളായി. നമ്മുടെ ആ ബോഗിൽ മാത്രമായിരുന്നു കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നിൽക്കുന്നവർക്ക്. പക്ഷേ ഇവിടെ വന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരുപാട് കൂട്ടിട്ടി, കാരണം കുഞ്ഞിപ്പാറ അല്പം കുസൃതിയാണ്. ഇപ്പം കണ്ടവരെയൊക്കെ കയറി പിടിക്കും. അവരൊക്കെ പിന്നെ നമ്മുടെ കമ്പനിക്കാരാണ്, കൈക്കാരാണ്. അപ്പോൾ ചങ്കുട്ടിൻ്റെ സൈഡിൽ വെച്ചേക്കാണ് കേട്ടോ. ആദ്യം കയറിയപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാവരായിട്ടൊന്നും മിങ്കിളാവില്ലല്ലോ. അവൾ പോയിട്ട് എല്ലാവരും പിടിക്കുമ്പോഴാണ് നമ്മൾ പയ്യനെ മിങ്കിളാവുക. കണ്ടില്ലേ, അവൾ ആ ചേട്ടൻ്റെ കയ്യിൽ പിടിച്ച് ആ ചേട്ടനായിട്ട് കമ്പനി. അവർ പാലക്കാട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ. ആ അങ്ങളും അങ്ങളുടെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആണ് കുറേ നേരം പിന്നെ അവളെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വേറെ പെൺകൊച്ചെടുത്തു. അങ്ങനെ ഭയങ്കരമായിട്ട് അവൾ കമ്പനി അടിച്ചു. പിന്നെ നമ്മളെല്ലാവരും ടാറ്റ ബൈ പറഞ്ഞു. അങ്ങനെ ചങ്ങനാശ്ശേരി നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം 3 മണിയാവും നമ്മൾ കോട്ടയത്ത് എത്തുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് വയ്യാണ്ടാവും. നേരത്തെ ഒന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങണം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓട്ടോയിൽ കയറി ആദ്യം ചേട്ടനോട് പറഞ്ഞത് ഏട്ടാ വെള്ളം കുടിക്കണം, എവിടെയെങ്കിലും നിർത്തണമെന്നായിരുന്നു. അങ്ങനെ ഏട്ടാ വെള്ളമൊക്കെ മേടിക്കാനുള്ളൊരു കടയിൽ നിർത്തി അവിടെ നിന്ന് കുടിച്ച് റിലാക്സ് ആയിട്ട് നമ്മളങ്ങനെ ഓട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ആറ്റുകാൽ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. ടാറ്റാ.